देखिए इनकी वजह से बाकी कंपनियों को मजबूरी में अपने खर्चे बढ़ाने पड़े। मुंबई एयरपोर्ट जो 1 मिलियन टन कार्गो हैंडल करता है, मतलब कि इंडिया के टोटल एयरपोर्ट कार्गो का लगभग 25%, उसको उन्होंने बंद कर दिया और उसको नवी मुंबई शिफ्ट कर दिया। अब इसके लिए बाकी कंपनियों को अपने कार्गो शिपमेंट्स के लिए इन्वेस्टमेंट करना पड़ा, क्योंकि नवी मुंबई से कनेक्टिविटी उतनी नहीं हुई है जितना मुंबई से है। फार्मा कंपनीज, ई कॉमर्स, सबके लॉजिस्टिक के खर्चे बढ़ गए। अदानी का कहना यह है कि मुंबई एयरपोर्ट से 55 मिलियन पैसेंजर्स हैंडल होते हैं, मतलब कि हर घंटे करीब 40 से 45 फ्लाइट्स हैंडल करनी पड़ती है, और ऊपर से रनवे सिर्फ एक है, तो इसकी वजह से डिले होता रहता है फ्लाइट्स में। तो अगर हम ये कार्गो नवी मुंबई शिफ्ट कर देंगे तो ये डिले नहीं होगा। तो इसके लिए आप सभी अपनी लॉजिस्टिक सिस्टम को नवी मुंबई शिफ्ट कर दो और आप सब्सक्राइब भी कर दो। देख, ഇവൻ ഇവിടെ പറഞ്ഞതെന്താ? മുംബൈ എയർപോർട്ടിൽ പാസഞ്ചർ തിരക്ക് വളരെ കൂടുതലാണ്. ഒരു മണിക്കൂറിൽ 55 ഫ്ലൈറ്റോളമാണ് ലാൻഡ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാണ്? ഓരോ മിനിറ്റിലും ഓരോ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുക, ആ പാസഞ്ചറെ മുഴുവൻ ഹാൻഡിൽ ചെയ്യണം. ഇവിടെ അദാനി നല്ലൊരു കാര്യമാണ് ചെയ്തത്. നവി മുംബൈയിലേക്ക് കാർഗോ ഫ്ലൈറ്റുകളെല്ലാം മാറ്റുകയും അവിടെ കാർഗോ ഹാൻഡിൽ ചെയ്യുകയും ചെയ്യുമ്പോൾ ആക്ച്വലി ബെനിഫിഷ്യറി ആരാണ്? ബെനിഫിഷ്യറി ജനങ്ങളാണ്, പാസഞ്ചേഴ്സാണ്. അതിലും കൂടുതൽ ബെനിഫിഷ്യറി ആരാണ്? അവിടെ അവൻ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. എന്താ? ഫാർമ കമ്പനീസ് ചെറിയ കാശുള്ളവരാ. അവൻ അവിടെ പുതിയ സെറ്റപ്പ് ഉണ്ടാക്കിയതിനെയാണ് കുറ്റം പറയുന്നത്. പിന്നെ വേറെ ഓൺലൈൻ കമ്പനീസ്, ഇ കൊമേഴ്സ് കമ്പനീസ്, ആമസോൺ മാതിരിയുള്ള കമ്പനീസ് ചെറിയ ആൾക്കാരാ. അവരുടെ ഡെലിവറി കറക്റ്റ് ഓൺ ടൈമിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അവർക്ക് നന്മയല്ലേ? ഈ നന്മ ചെയ്തയാളെ തിന്മയാക്കുന്ന പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിപ്പോക്രസി, സിമ്പിൾ ടേംസ്. എനിക്കിതിഷ്ടമല്ല. അദാനി ചിലപ്പോൾ പല രീതിയിലും വന്ന ആളായിരിക്കും, അതെന്തും ആയിക്കോട്ടെ. എന്തിനും അദാനിയെ കുറ്റം പറയുക, അല്ലെങ്കിൽ എന്തിനും BJP കുറ്റം പറയുക, എന്തിനും മോഡിയെ കുറ്റം പറയുക, ഇത് കൊള്ളത്തില്ല. ഇത് ശരിയായ നടപടിയല്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റം പറ, തെറ്റ് ചെയ്തതിന് പറ, ചെയ്യാത്തതിനും കൂടി പറയല്ലേ. എല്ലാ കുറ്റങ്ങളും കൂടി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗുണവും ഉണ്ടാവില്ല. സത്യമേതാ മിഥ്യേതാ എന്നും ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയ യൂട്യൂബേഴ്സ് ആണെങ്കിലും എന്താണെങ്കിലും കുറച്ച് ജെന്യുവനായിട്ട് കാര്യങ്ങളെ അവതരിപ്പിക്കാൻ ശ്രമിക്കുക. ഞാൻ ഇവൻ്റെ ഒരു ഉഡായിപ്പ് എടുത്ത് കാണിച്ചു എന്നുള്ളൂ. ഓക്കെ, ബൈ, താങ്ക്സ്.